കുരിശ് വീടിൻ്റെ ശത്രുവാണോ മാർക്കോ? നടന്നകന്നു പോകുന്ന മാർക്കോയെ കാണി അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. മാർക്കോയോടുള്ള ദേഷ്യം തൻ്റെ ഫോണിൽ അമർത്തി ഞെരിച്ചു തീർക്കുകയായിരുന്നു ഡെവി. ഇച്ചായ, എന്തുപറ്റി? തൻ്റെ മുൻപിൽ ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ഡെവിയെ കാണി അനുവിന് ചെറുതായി ഭയം തോന്നി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഡെവിയോട് ചിരിച്ച മുഖം മാത്രമായിരുന്നു അവർക്ക് പരിചയം. ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയതും അത് കാണി അരുതാത്തതെന്തോ നടന്നിട്ടുണ്ടെന്ന് അനുവിന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ടെൻഷനോടെയായിരുന്നു അവൾ അവനോട് ചോദിച്ചതും. അവളുടെ ചോദ്യമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ശ്വാസമൊന്ന് ആഞ്ഞെടുത്ത് ഡെവി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. ഒന്നും പറയാനിപ്പോൾ സമയമില്ല, ഞാൻ വന്നിട്ട് നിന്നോട് സംസാരിക്കാം. അവളെ നോക്കി ഗൗരവത്തോട് അത്രമാത്രം സംസാരിച്ചതിന് ശേഷം അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ടെൻഷനിലായിരുന്നു അനു. അവൾ ഡെവി പോയ വഴിയെ നോക്കി നിന്നു. പെട്ടെന്ന് ഡെവി വാഷ്റൂമിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. വേഗം ഡ്രസ്സ് മാറി. അപ്പോഴും അനു ടെൻഷനോടെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. അവനെ തിരക്ക് പിടിച്ചുള്ള പോക്കും നേരത്തെ വന്ന ഫോൺ കോളും അതിലുപരി മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നതും കാണി അവൾക്ക് ചെറിയ രീതിയിൽ ഭയം വന്നു തുടങ്ങിയിരുന്നു. ഡെവി എല്ലാം റെഡിയായി വന്ന് ഉറപ്പുവരുത്തി വാച്ചും കെട്ടി ഫോണും കയ്യിലെടുത്ത് കതക് തുറക്കുമ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. അവൻ പെട്ടെന്ന് തിരിഞ്ഞു മുറിക്കകത്തേക്ക് കയറി. അനുവിനെ നോക്കിയതും അവൾ എന്തോ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. വേഗം അവൻ അവൾക്കടുത്തേക്ക് ചെന്നു അനുവിനെ കെട്ടിപ്പിടിച്ച് ലവ് യു ഭാര്യയെ എന്ന് അവളുടെ ചെവിയിൽ പറഞ്ഞ് അവൻ്റെ ചുണ്ട് ചേർത്തു. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു. അനു തല ഉയർത്തി നോക്കുന്നതിന് മുൻപ് ഡെവി കതക് തുറന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൾ ആകെ ഞെട്ടി നിൽക്കുവാണ്. ഡെവിയുടെ കാറ് വേഗത്തിൽ മാർക്കോയുടെ വീട്ടിലേക്ക് പാഞ്ഞു. അവൻ ലിൻഡയെ ഉപദ്രവിക്കില്ല എന്ന് ഡെവിക്ക് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ മനസ്സ് നിറയെ തന്നോടുള്ള വെറുപ്പും ദേഷ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണ്. പണ്ടേ അവൻ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഡെവിയുടെ കാർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാർക്കോയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. ടെൻഷനോടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഡെവിയുടെ മുഖത്ത് ദേഷ്യവും ടെൻഷനും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മാർക്കോ! വീടിനകത്തേക്ക് കയറി ദേഷ്യത്തിൽ അവൻ മാർക്കോയെ വിളിച്ചു. നീ പറഞ്ഞതുപോലെ ഞാൻ വന്നു, ഇനി എൻ്റെ പെങ്ങളെ വിട്. ദേഷ്യത്തോടെ ഡെവി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് ലിൻഡയുടെ കൈ പിടിച്ചു വലിച്ചു സ്റ്റെയർ ഇറങ്ങി വരുന്ന മാർക്കോയെ ഡെവി കാണുന്നത്. മാർക്കോയെയും അവൻ അമർത്തി പിടിച്ചിരിക്കുന്ന ലിൻഡയുടെ കൈയിലേക്കും ഡെവി നോക്കി. മാർക്കോയുടെ കൈ തൻ്റെ കൈത്തണ്ടയിൽ മുറുകുന്ന വേദനയിൽ ലിൻഡയുടെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു. അത് കാണി ഡെവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. തൻ്റെ മുൻപിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ഡെവിയെ കണ്ടതും മാർക്കോ ലിൻഡയെ അവൻ്റെ മുൻപിലേക്ക് തള്ളിയിട്ടു. ലിൻഡ താഴേക്ക് വീഴുന്നതിന് മുൻപ് ഡെവി അവളെ പിടിച്ചു നിർത്തിയിരുന്നു. ഇച്ചായ! അതുവരെ പിടിച്ചെന്ന് സങ്കടം ഡെവിയെ കണ്ടതും ലിൻഡയിൽ പുറത്തേക്ക് വന്നിരുന്നു. അവൾ ഡെവിയുടെ തോളിലേക്ക് ചാഞ്ഞു. ലിൻഡ മോളെ, ഒന്നുമില്ല, ഇച്ചായൻ വന്നില്ലേ? അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ഡെവി ആശ്വസിപ്പിച്ചു. എന്നാൽ അതെല്ലാം നോക്കി അപ്പോഴും പുച്ഛത്തോടെ നിൽക്കുകയായിരുന്നു മാർക്കോ. പുറത്ത് നമ്മുടെ കാറ് കിടപ്പുണ്ട്, മോൾ അതിൽ കയറിയിരിക്ക്, ഇച്ചായൻ ഇപ്പോൾ വരാം. ലിൻഡയുടെ തോളിൽ തട്ടി ഡെവി പറഞ്ഞതും അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ കാറിനടുത്തേക്ക് പോയി. എന്നാലും അപ്പോഴും അവളെ അറിയാതെ അവളുടെ കണ്ണ് മാർക്കോയെ തേടി പോകുന്നുണ്ടായിരുന്നു. ലിൻഡ നടന്ന് കാറിനടുത്തെത്തിയെന്ന് ഉറപ്പായതും ഡെവി ദേഷ്യത്തോടെ മാർക്കോയെ നോക്കി. എന്നാൽ അവനെ നോക്കിയൊരു പുച്ഛത്തോടെ മാർക്കോ സംസാരിച്ചു തുടങ്ങി. കൊള്ളാം ഡേവിഡ്, ഇപ്പോഴും നിനക്ക് നിന്റെ പെങ്ങന്മാരോട് പണ്ടത്തെ അതേപോലുള്ള സ്നേഹമുണ്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കൃത്യം അരമണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തില്ലല്ലോ. ചിരിച്ചുകൊണ്ട് മാർക്കോ പറഞ്ഞതും ഡെവിയുടെ കൈ മാർക്കോയുടെ കോളറിൽ പതിഞ്ഞിരുന്നു. നമ്മൾ തമ്മിലുള്ളത് നേർക്കുനേർ തീർക്കണം, അല്ലാതെ എൻ്റെ കുടുംബത്തെ കയറി കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഡെവി മാർക്കോയെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം ഡെവിയുടെ ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളിലേക്ക് മാർക്കോ നോക്കി നിന്നു. അപ്പോഴേക്കും അറിയാതെ അവനുള്ളിൽ ഒരു ചെറിയ ഭയം നാമിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഭയം കണ്ണുകളിൽ ഒളിപ്പിച്ച് മാർക്കോ തൻ്റെ ഷോൾഡറിൽ നിന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി. നിന്റെ പെങ്ങളെ ഒരു രാത്രി തട്ടിക്കൊണ്ട് വന്നപ്പോൾ നീ ടെൻഷനായില്ലേ? നീ കാരണം കഴിഞ്ഞ 4 വർഷങ്ങളാണ് ഞാൻ ജയിലിൽ കിടന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത എൻ്റെ ചാർലി ഒരു അനാഥനെ പോലെ കഴിഞ്ഞ 4 വർഷം. പറഞ്ഞു പൂർത്തിയാക്കാൻ വെച്ചതെന്തോ പകുതി നിർത്തി മാർക്കോ തൻ്റെ കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. സെക്കൻഡുകൾക്ക് ശേഷം കണ്ണു തുറന്നു. മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. പിന്നെ അവനോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. നീ കരുതിയിരുന്നു
എല്ലാത്തിനുള്ള കണക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും. തൻ്റെ മുന്നിൽ നിന്ന് പകയോടെ അലറുന്ന മാർക്കോയെ നോക്കി ഒന്ന് ചിരിച്ചു ഡെവി. സഹതാപത്തോടെയുള്ള ചിരി. ഡെവിക്ക് അവനോട് സഹതാപം തോന്നി. ഇപ്പോഴും കഥ എന്താണെന്നറിയാതെ ആർക്കോ വേണ്ടി കീ കൊടുക്കുന്നൊരു പാവയെ പോലെ ചലിക്കുന്നവൻ. ഡെവിക്ക് അവനെ കണ്ട് പുച്ഛം തോന്നി. നമുക്ക് കാണാം മാർക്കോ, ഇനി നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. മാർക്കോയെ ഒന്ന് ഗൗരവത്തിൽ നോക്കി അവൻ പുറത്തേക്ക് പോയി. നടന്നു പോകുന്ന ഡെവിയെ മാർക്കോ ദേഷ്യത്തോടെ നോക്കി നിന്നു. മാർക്കോയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴേ അവന് എതിരെ വരുന്ന ഒരു കാറ് ശ്രദ്ധയിൽപ്പെടുന്നത്. തൻ്റെ മുൻപിൽ ആ കാറ് വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവനിലുമായി ഡെവിയുടെ ശ്രദ്ധ. എന്നാൽ ഇതേ സമയം മാർക്കോയുടെ വീടിന് മുമ്പിൽ കണ്ട ഡെവിയെ സംശയത്തോടെ നോക്കുകയായിരുന്നു സ്റ്റീഫൻ. സ്റ്റീഫനെ കണ്ടതും അവനെ ഗൗരവത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കൂളിംഗ് ഗ്ലാസ് കണ്ണിലേക്ക് വെച്ച് ഡെവി സ്റ്റീഫനെ കടന്നുപോയി. എന്നാൽ വിജയഭാവത്തിൽ തൻ്റെ മുൻപിലൂടെ നടന്നു പോകുന്ന ഡെവിയെ കണ്ടതും തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ സ്റ്റീഫൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എന്നാൽ സ്റ്റീഫൻ്റെ ഈ ഭാവങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു ഡെവി. സ്റ്റീഫനെ ഒന്ന് നോക്കി പുച്ഛിച്ച് ചിരിച്ചതിന് ശേഷം ഡെവി തൻ്റെ കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അപ്പോഴും മാർക്കോയെക്കുറിച്ചുള്ള ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ലിൻഡ. അനു രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് പോയി. അവിടെ മമ്മിയും ചെറിയ മമ്മിയും ലിസയും എമിമോളും എല്ലാം ഉണ്ട്. എല്ലാവരും ഓരോ തിരക്കിലാണ്. അങ്ങോട്ട് വന്ന അനുവിനെ കണ്ടതും എലിസബത്ത് അവൾക്ക് നേരെ ഒരു കപ്പ് ചായ നീട്ടി. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അനു ആ കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. എല്ലാവരും അവളോട് നല്ല രീതിയിൽ സന്തോഷത്തോടെയാണ് പെരുമാറുന്നത്. എന്നാൽ അനുവിൻ്റെ മനസ്സ് നിറയെ അലീനയായിരുന്നു. അവളിപ്പോൾ എവിടെയാണ്, അസുഖം ഭേദമായോ എന്നൊക്കെയാണ് അവളുടെ മനസ്സ് നിറയെ. ഇന്നെന്തായാലും അലീനയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവൾ മമ്മിയോട് ചോദിക്കാൻ തീരുമാനിച്ചു. വല്യപ്പച്ചനുള്ള ചായ കപ്പിലേക്ക് പകർത്തുന്ന തിരക്കിലാണ് എലിസബത്ത്. ഇത് തന്നെയാണ് പറ്റിയ അവസരം. എന്തായാലും അലീനയെക്കുറിച്ച് ഇപ്പോൾ തന്നെ ചോദിച്ചേക്കാം എന്ന് കരുതി അനു എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയി. മമ്മി, അനു എന്തെങ്കിലും ചോദിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം അവളുടെ ചെവിയിലേക്കെത്തി. മോളെ, ഒരു മിനിറ്റ്, ഞാൻ ആരാണെന്ന് നോക്കിയിട്ട് വരാം. അനുവിനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് എലിസബത്ത് തിരക്കിൽ ഹാളിലേക്ക് പോയി. മുൻവശത്തെ കതറ് തുറക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ഡെവിയെയും അവൻ്റെ അടുത്ത് നിൽക്കുന്ന ലിൻഡയെയും കണ്ടതും അവരിൽ ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുയർന്നു. എൻ്റെ കൊച്ചെ, ഞങ്ങളെയൊക്കെ ഭയന്നു പോയില്ലോ. ഇന്ന് വെളുപ്പിന് എത്തുമെന്ന് പറഞ്ഞിട്ട് കാണാതായപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് ഭയന്നു. എലിസബത്തിൻ്റെ സംസാരം കേട്ടതും ഡെവി പറഞ്ഞു. മമ്മി, ബസ് ലേറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ കാലത്ത് പോയി കൂട്ടിക്കൊണ്ട് വന്നത്. എലിസബത്തിൻ്റെ സംസാരത്തിൽ നിന്നും പറഞ്ഞത് അവർ വിശ്വസിച്ചു എന്ന് അവന് ബോധ്യമായി. ആരും ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഡെവി അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അല്ലെങ്കിൽ മാർക്കോ അവളെ തട്ടിക്കൊണ്ടു പോയത്, പിന്നെ അവരുടെ ഇടയിൽ ശത്രുത, അങ്ങനെയെല്ലാം പറയേണ്ടി വരും. കാറിൽ വെച്ച് തന്നെ നടന്നതൊന്നും ആരോടും പറയരുത് എന്ന് ഡെവി ലിൻഡയോട് നേരത്തെ പറഞ്ഞിരുന്നു. മോള് പോയി ഒന്ന് കുളിച്ച് ഫ്രഷാവ് ചെല്ല്, അപ്പോൾ യാത്രാക്ഷീണമെല്ലാം ഒന്ന് മാറും. തല താഴ്ത്തി നിൽക്കുന്ന ലിൻഡയോട് ഡെവി പറഞ്ഞ ഉടനെ ആർക്കും മുഖം കൊടുക്കാതെ മുറിയിലേക്ക് പോയി ലിൻഡ. മമ്മി അനുവിനോട് എനിക്കൊരു കോഫി കൊണ്ടുവരാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഡെവി മുകളിലേക്ക് പോയി. ഡെവിക്കു മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. മുറിയിലെത്തിയതും ഷർട്ടിൻ്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നിട്ടു. പിന്നെ സ്ലീവ് ഒന്ന് കയറ്റിവെച്ച് ഒരു സിഗരറ്റും എടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് പോയി. സിഗരറ്റ് ഓരോ പഫായി എടുക്കുമ്പോഴും മനസ്സ് നിറയെ അവനായിരുന്നു. മാർക്കോ, ഇനി എന്ത്? മറ്റാർക്കും പതിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം ഡെവിയുടെ മനസ്സിൽ മാർക്കോക്കുണ്ട്. അവനെക്കുറിച്ച് ഓർക്കും തോറും ഡെവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കഥയറിയാതെ ആട്ടം കാണുന്നവൻ. മമ്മി പറഞ്ഞതുകൊണ്ട് ഡെവിക്കുള്ള ഒരു കപ്പ് ചായയുമായി മുറിയിലേക്ക് വന്നതാണ് അനു. മുറിയിൽ അവനെ കാണാതായതും അവൻ ബാൽക്കണിയിൽ ഉണ്ടാകുമെന്ന് അവൾക്കുറപ്പായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് സിഗരറ്റ് വലിക്കുകയാണ് ഡെവി. അവൻ്റെ ആ നിൽപ്പിൽ നിന്ന് തന്നെ ചിന്ത മറ്റെന്തിനോ ആണെന്ന് അവൾക്കുറപ്പായിരുന്നു. വേഗം ചായയുമായി അവൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അവൻ്റെ കയ്യിലുള്ള സിഗരറ്റ് വാങ്ങി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് ആരോ പിടിച്ചു വലിച്ചപ്പോഴാണ് ഡെവി മാർക്കോയുടെ ചിന്തയിൽ നിന്നും ഉണർന്നത്. തൻ്റെ മുൻപിൽ ചായയുമായി ദേഷ്യത്തോടെ നിൽക്കുന്ന അനുവിനെ കണ്ടതും അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അനു അവനെ നോക്കാതെ തറയിലേക്ക് നോക്കിയതും നിലത്ത് കിടക്കുന്ന 5-6 സിഗരറ്റ് കുറ്റിയാണ് അവളുടെ കണ്ണിൽ പെട്ടത്. അനുവിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു.
താഴെ നിന്ന് മുറിയിലേക്ക് വന്നിട്ട് കൂടിപ്പോയ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ സിഗരറ്റ് വലിച്ചു തീർത്തത് എന്നോർക്കെ അനു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അനുവിൻ്റെ തറയിലേക്കുള്ള നോട്ടവും അവളുടെ മുഖത്തെ ഭാവവ്യത്യാസവും കണ്ടതും ഡെവിക്ക് കാര്യം കത്തി. അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി തൊട്ടടുത്ത ടേബിളിലേക്ക് വെച്ചതിന് ശേഷം അനുവിൻ്റെ കൈ പിടിച്ച് തന്നോട് ചേർത്തിരുന്നു ഡെവി. സോറി അനു, ഈ ചായന് ടെൻഷൻ സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ പറ്റിപ്പോയതാ. ഇനി ഇത്രയും ഞാനൊന്നും വലിക്കില്ല. അവളെ നോക്കി കുറുമ്പോടെ ഡെവി പറഞ്ഞതും അനു അവൻ്റെ നെഞ്ചിൽ അവളുടെ പല്ലമർത്തിയിരുന്നു. അവൻ വേദന എടുത്തതും ഡെവി അറിയാതെ ഒച്ച വെച്ചു. എന്നാലും ഈ സിഗരറ്റ് വലി നിർത്തില്ല അല്ലേ? അനു ദേഷ്യത്തോടെ ചോദിച്ചതും ഡെവി അവളുടെ കൈ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. എല്ലാ ദുശീലങ്ങളും അത്ര പെട്ടെന്ന് നിർത്താൻ കഴിയില്ല കൊച്ചേ. അതിനെ കുറച്ച് സമയം എടുത്തെന്ന് വരും, ചിലപ്പോൾ നിർത്താൻ കഴിയാതെയും വരും. ഇത് രണ്ടാമത്തേത് പറഞ്ഞതിൽ പെട്ടതാ. എനിക്ക് ഇത് നിർത്താനൊക്കത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഈ ചായനൊരു കാര്യം ചെയ്യാം. പരമാവധി ഇത് കുറക്കാം. എൻ്റെ അനുക്കൊച്ചിന് വേണ്ടി മാത്രം പോരെ? അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ചുണ്ടമർത്തിക്കൊണ്ട് സ്നേഹത്തോടെ അതിലുപരി പ്രണയത്തോടെ ഡെവി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. രണ്ടുപേരും സംസാരിച്ചിരുന്ന സമയം മുന്നോട്ടു പോയി. ഡെവി പോയതും ഹാളിലുള്ള സോഫയിലേക്കിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു മാർക്കോ. അവൻ്റെ മനസ്സ് നിറയെ ഡെവി പറഞ്ഞ വാക്കുകളായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് സ്റ്റീഫൻ കടന്നു വന്നത്. സോഫയിൽ ചാഞ്ഞിരുന്ന് സിഗരറ്റ് വലിക്കുന്ന മാർക്കോയെ കണ്ടതും സ്റ്റീഫൻ തൻ്റെ ദേഷ്യം കൈമുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചു. എന്നിട്ട് അല്പം ക്ഷമയോടെ മാർക്കോയോട് സംസാരിച്ചു തുടങ്ങി. മാർക്കോ, നീ ചെയ്തത് വല്ലാത്ത മണ്ടത്തരമാണ്. നമുക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു അവൾ, ലിൻഡ. അവളെ വെച്ച് നമുക്ക് പലതും നേടിയെടുക്കാമായിരുന്നു. എന്നാൽ നീ അതെല്ലാം ഇല്ലാതാക്കി. സ്റ്റീഫൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ലിൻഡയെ വെറുതെ വിട്ടതിന് മാർക്കോയോടുള്ള അവൻ്റെ അമർഷം പ്രകടമായിരുന്നു. അതൊന്നും കേട്ടതുപോലും ഭാവിക്കാതെ മാർക്കോ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. മാർക്കോയുടെ ആ പോക്ക് സ്റ്റീഫൻ ദേഷ്യത്തോടെ നോക്കി നിന്നു. അല്ലെങ്കിലും എപ്പോഴും മാർക്കോ ഇങ്ങനെയാണ്. അവൻ്റെ ഇഷ്ടമാണ്, അത് നടത്തിയിരിക്കും. പക്ഷേ അവൻ്റെ ബലഹീനത എറിഞ്ഞവൻ സ്റ്റീഫൻ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും സ്റ്റീഫൻ ആ വീട്ടിലും മാർക്കോയുടെ കമ്പനിയിലും ഇരിക്കുന്നത്. തൻ്റെ മുറിയിലേക്ക് കയറിയ ഉടനെ ലിൻഡ ഷവറിനടിയിലേക്ക് നിന്നു. ചുട്ടുപൊള്ളുന്ന മനസ്സിനും ശരീരത്തിനും ചെറിയൊരു തണുപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മുഖം മാത്രം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. മാർക്കോ ലിൻഡയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. അത് അവന് വേണ്ടിയായിരുന്നു, മാർക്കോയ്ക്ക് വേണ്ടി. ചെറിയ മമ്മി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അനു താഴേക്ക് പോയത്. ഡെവി കുറച്ചു മുൻപ് എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ പോയിരുന്നു. ടോണിയും റോണിയും ഇപ്പോൾ വല്യപ്പച്ചൻ്റെ തടവറയിൽ നിന്ന് മോചിതരാണ്. പക്ഷേ ജോലി സൈറ്റിൽ നിന്ന് ഓഫീസിലേക്ക് മാറ്റി. എല്ലാവർക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചപ്പോഴാണ് ലിൻഡ കഴിക്കാൻ വന്നില്ലല്ലോ എന്ന് അനു ഓർത്തത്. അതുമാത്രമല്ല, വന്നതിൽ പിന്നെ അവളെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. എന്തായാലും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് അനു അവളുടെ മുറിയിലേക്ക് പോയത്. പക്ഷേ മുറിയിൽ ആരെയും കാണാതായതും അവൾ ബാൽക്കണിയിലേക്ക് പോയി. അപ്പോഴാണ് പുറംതിരിഞ്ഞു നിൽക്കുന്ന ലിൻഡയെ അവൾ കാണുന്നത്. ലിൻഡ! പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്ന് അനുവിൻ്റെ ശബ്ദം കേട്ടതും ലിൻഡ വേഗം തൻ്റെ കണ്ണ് തുടച്ച് തിരിഞ്ഞു നിന്നു.